വൈത്തിരി ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡ് ചുണ്ടയിൽ നിന്നും ജനവിധി തേടുകയാണ് ആർ.ജെ.ഡി നേതാവും പൊതുപ്രവർത്തകയും സാമൂഹ്യപ്രവർത്തകയുമെല്ലാമായ വിജി ആന്റണി. ഇത്തവണ ഈ 4-ാം വാർഡ് നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ടോ താങ്കൾക്ക്? തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്. ഇതിനു മുമ്പ് നിന്ന മെമ്പർ ഇവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഞാനും ഇവിടെ നിന്ന് ഓരോന്ന് എല്ലാം ചെയ്ത് പൂർത്തീകരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് കുറേ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ മെമ്പറായി നിന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കണം. ജനങ്ങളുടെ ഇടയിൽ നിർന്ന് പ്രവർത്തിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതേപോലെ ഞാൻ ഈ 4-ാം വാർഡിലെ മെമ്പറായി വരികയാണെങ്കിൽ അവരെ കൂടെ നിന്ന് അവരിൽ ഒരാളായിട്ട് ഞാൻ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ അവരെ കൂടെ ഉണ്ടാകും. CPIM-ന്റെ ചുണ്ടവലിലെ ബ്രാഞ്ച് സെക്രട്ടറിയായ രഘുവേട്ടൻ നമ്മോടൊപ്പം ചേരുന്നു. എന്താണ് ഇത്തവണത്തെ ഇലക്ഷനെ പറ്റിയൊരു പ്രതീക്ഷ? നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഭരണമികവ് തന്നെയാണ് ഒന്നാമത്തെ കാരണം. നമ്മുടെ 10-15 വർഷമായിട്ട് UDF ഭരിക്കുന്നൊരു വാർഡായിരുന്നു അത്. കഴിഞ്ഞ വർഷം നമ്മൾ ദേവസ്വത്തിൻ്റെ കൂടെ അത് പിടിച്ചെടുത്ത് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച ഇപ്രാവശ്യം ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ LDFൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും പമ്പിച്ച ഭൂരിപക്ഷത്തിൽ നമ്മുടെ സ്ഥാനാർത്ഥി വിജി ആന്റണി ജയിക്കുമെന്നാണ് പ്രതീക്ഷ. നാട്ടുകാരനും ചുണ്ടയിലെ രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലെ നിറസാന്നിധ്യമായ ഉണ്ണി ചെലോട് നമ്മോടൊപ്പം ചേരുന്നു. എന്താണ് ഇത്തവണത്തെ പ്രതീക്ഷ? ഇവിടുത്തെ പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30-35 വർഷക്കാലം UDF ഭരിച്ചൊരു വാർഡായിരുന്നത്. ഈ വാർഡ് UDFൻ്റെ കയ്യിലുണ്ടാകുമ്പോൾ ഒരു വികസനങ്ങളും നടക്കാത്ത ഒരു മേഖലയായിരുന്നു ഈ ചുണ്ടവയൽ എന്ന് പറയുന്ന മേഖല. കഴിഞ്ഞ വർഷം LDFൻ്റെ സാരഥി എന്നോ ദേവസിയാണ് ഈ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചത്. ഈ മണ്ഡലത്തിൽ തന്നെ പോകാൻ വഴികളില്ലാത്തൊരു ഇടമുണ്ടായിരുന്നു. മുൻ മെമ്പറായിരുന്ന ആളുകളുടെ വീടുകൾക്ക് വരെ പോകാൻ ഇടമില്ല. വെറും സൈക്കിള് പോകുന്ന വഴി ഉണ്ടായെടുത്ത് ഇന്ന് 3-4 സ്ഥലങ്ങളിൽ റോഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു അവസ്ഥ മുൻ മെമ്പറായിട്ടുള്ള എന്നോ ദിവസമാണ് കൊണ്ട് സാധിച്ചിട്ടുണ്ട്. സൈക്കിള് പോയെടുത്ത് ഇന്ന് കാറ് പോകുന്ന ഒരു അവസ്ഥയാണ് കഴിഞ്ഞ മെമ്പർ ഈ വാർഡിൽ വികസന പ്രവർത്തനങ്ങൾ ചെയ്തത്. അതേപോലെ ഈ വട്ടം നമ്മുടെ LDFൻ്റെ സാരഥിയായിട്ട് വരുന്നത് വിജി ചേച്ചിയാണ്. വിജി ചേച്ചിക്കും എന്നോ ദിവസം ഏട്ടൻ എവിടെ വെച്ച് നിർത്തിയ വികസനമാണോ ആ വികസനം മുന്നോട്ട് കൊണ്ടുപോകാൻ LDFൻ്റെ സാരഥിയായ വിജി ചേച്ചിക്ക് സാധിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷയും നാട്ടുകാരുടെ പ്രതീക്ഷ, മുഴുവൻ ആളുകളുടെ പ്രതീക്ഷ വിജി ചേച്ചിയിൽ സാധിക്കുമെന്നാണ്. RJD കൽപ്പറ്റ മണ്ഡലം സെക്രട്ടറിയായ MP ഷൈജു നമ്മോടൊപ്പം ചേരുന്നു. എന്താണ് ഇത്തവണത്തെ ഇലക്ഷനിലെ പ്രതീക്ഷ? ഇലക്ഷൻ്റെ പ്രതീക്ഷ എന്ന് വെച്ചാൽ ഏറ്റവും മികച്ച രീതിയിലുള്ളൊരു വിജയം ലഭിക്കുന്നത് തന്നെയാണ് ഞങ്ങളെല്ലാം കരുതുന്നത്. കാരണം കഴിഞ്ഞ 25 വർഷം LDF ഭരിച്ചൊരു പഞ്ചായത്താണ്. അതിൻ്റെ എല്ലാ ഗുണങ്ങളും ഇവിടെയുള്ള ഈ വൈത്തിരി പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും ലഭിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം തൊഴിൽപരമായിട്ടാണെങ്കിലും നിരവധി പാർക്കുകളും റിസോർട്ടുകൾ, ഹോം സ്റ്റേകൾ, പിന്നെ മറ്റു തൊഴിലധിഷ്ഠിത എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമാണ് പഞ്ചായത്ത് നടത്തിയത്. അതുകൊണ്ട് തന്നെ ജോലി സാധ്യത, യുവാക്കൾക്കിടയിലുള്ള ജോലി സാധ്യത ഏറ്റവും മികച്ച രീതിയിൽ നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ വികസനത്തിൻ്റെ പാതയിൽ പറയുകയാണെങ്കിൽ 946ഓളം പഞ്ചായത്തുകൾ കേരളത്തിലുള്ളതിൽ ഏറ്റവും മികച്ച 2ാമത്തെ പഞ്ചായത്തായിട്ടാണ് നമ്മളെ വൈത്തിരി പഞ്ചായത്തിനെ വിലയിരുത്തിയിരിക്കുന്നത് സാമ്പത്തികപരമായിട്ട്. അതിന് സാമ്പത്തികപരമായ ഉന്നതിയിലേക്ക് എത്താനുള്ള കാരണം പഞ്ചായത്തിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത് തുടർച്ചയായിട്ടുള്ളൊരു ഭരണം കിട്ടിയതിൻ്റെ ഗുണമാണ് ഇതൊക്കെ പറയാനും ഇതൊക്കെ ഇവിടുത്തെ ജനങ്ങൾക്ക് ലഭിക്കാനും സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അടുത്ത 5 വർഷവും തുടർന്നുള്ള വർഷങ്ങളിലേക്കും ഒരു ഭരണം സ്ഥിരത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ ശ്രമങ്ങളും LDF എന്ന രീതിയിൽ ഞങ്ങളെല്ലാവരും കൂടി ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യുന്നു. അത് ജനങ്ങൾക്കുള്ള നാടിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒരു സേവനമായി തന്നെ കണ്ട് അവരെല്ലാം ഞങ്ങളുടെ കൂടെ നിൽക്കുന്നുള്ള ഉറച്ച വിശ്വാസമാണ് നമുക്കുള്ളത്. കഴിഞ്ഞ തവണ ഈ വാർഡിൽ മെമ്പറായിരുന്ന എന്നോ ദേവസ്യേട്ടനെ പറ്റി റഫീഖൊക്കെ എന്താണ് പറയാനുള്ളത്? കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ദേവസ്വത്തിനെ കുറിച്ച് പറയാൻ നെഗറ്റീവായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 3-ാം വാർഡിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ വികസനം വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉണ്ണി പറഞ്ഞ മാതിരി ഒരു കാലത്ത് ജനങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാവുന്ന സ്ഥലങ്ങളിലേക്ക് വരെ വണ്ടി പോകുന്ന റോഡാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഓരോരുത്തർ ആനശല്യം ഉണ്ടായിരുന്ന നല്ലവണ്ണം ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇവിടെ. അവിടെ അല്ലെങ്കിൽ ഫെൻസിങ്ങും മറ്റുള്ള കാര്യങ്ങളായിട്ട് അതിനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിന് മുമ്പുണ്ടായിരുന്ന UDFന് ഭരണകാലത്ത് ഒരു സാധാരണ ഒരു മെമ്പർ എന്നല്ലാണ്ട് അതിനപ്പുറത്തേക്ക് യാതൊന്നും ഇവിടെ ഉണ്ടായില്ല. ഒരു ഭരണമാറ്റം വന്നതിൻ്റെ ശേഷമാണ് ഇവിടെ വികസനം എന്താണെന്നുള്ളത് ജനങ്ങൾ അറിയാൻ തുടങ്ങിയത്. അപ്പോൾ ആ വികസനം വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാനും പൂർത്തീകരിക്കാനുള്ള മറ്റുള്ള കാര്യങ്ങളും കൂടി
ചെയ്തു വരണമെന്നുണ്ടെങ്കിൽ LDF വീണ്ടും ഈ വാർഡിൽ വിജയിച്ചു വരേണ്ട അത്യാവശ്യ കാര്യമാണ്. അപ്പോൾ അതിനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് പറയാനുള്ളത്.